കണ്ണൂർ പയ്യന്നൂരിൽ ചെറുമകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. ഗുരുതര പരിക്കേറ്റ കാർത്യായനി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ചെറുമകൻ റിജുവാണ് കാർത്യായനിയെ മർദ്ദിച്ചത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഏറെ ദിവസമായി ഈ കാർത്യായനി ചികിത്സയിലായിരുന്നു. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, കാർത്യായനിക്ക് തലക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാത്രി 8:30 മരണം സംഭവിച്ചത്. മെയ് 11 ഈ മർദ്ദനം ഉണ്ടായത്. പയ്യന്നൂർ സ്വദേശിയാണ് കാർത്യായനി. അവിടെ വീട്ടിലുണ്ടായിരുന്ന ഹോം നഴ്സാണ് ഈ രീതിയിൽ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കാർത്യായനിയെ കണ്ടത്. പിന്നീട് ഈ റിജുവാണ് മർദ്ദിച്ചതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. കൈകൊണ്ട് തലക്ക് മർദ്ദിക്കുകയും കട്ടിലിൽ ഈ തല ഇടിപ്പിക്കുകയും ചെയ്തു എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തലക്കാണ് ഗുരുതരമായി കാർത്യായനിക്ക് പരിക്കേറ്റത്. കൂടെ താമസിപ്പിക്കുന്നതിലുള്ള വിരോധമാണ്. അതായത് കുടുംബ സ്വത്തുവക ആയി ഈ റിജുവിന്റെ മാതാവിനാണ് ഈ വീട് ലഭിച്ചത്, അതായത് കുടുംബ സ്വത്ത് ലഭിച്ചത്. അതേ തുടർന്ന് ഈ അമ്മയുടെ മാതാവിനെ, അതായത് റിജുവിന്റെ അമ്മയുടെ മാതാവിനെ ഇവർ വീട്ടിൽ താമസിപ്പിക്കണം എന്ന് മറ്റു ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് അത് ഈ റിജുവിന് അതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു വിരോധമുണ്ടായത്. ഇതേ തുടർന്നാണ് ഈ മർദ്ദനവും പിന്നീട് ഈ മരണവും സംഭവിച്ചതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ എന്തായാലും പറയുന്നത്. വളരെ ദാരുണമായ സംഭവമാണ് ഈ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാത്രി ഈ ചെറുമകൻ റിജുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ പോലീസ്? റിജുവിനെ പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ റിജുവിന്റെ വീട് കഴിഞ്ഞ ദിവസം അജ്ഞാതർ ആക്രമിക്കുകയും റിജുവിന്റെ വാഹനം തകർക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും റിജു കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടാകും. നാളെയാണ് കാർത്യായനിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്യും. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും മറ്റ് ബന്ധുക്കളുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ഘട്ടത്തിൽ ഇതാണ്, അതായത് ഈ കൂടെ താമസിപ്പിക്കുന്നതിലെ വിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക്, അതായത് ക്രൂരമായ മർദ്ദനം പിന്നീട് അതൊരു മരണത്തിലേക്ക് ഉൾപ്പെടെ മാറിയത് എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന സാധ്യത കൂടി എന്തായാലും പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ചെറുമകന്റെ മർദ്ദനം ക്രൂരമർദ്ദനമായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒടുവിൽ മരണം സംഭവിച്ചു. എന്തായാലും ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ ദുഃഖകരമായ ദാരുണമായ അരുൺ പറഞ്ഞതുപോലെ അങ്ങേറ്റം ദാരുണമായ അതിദാരുണമായ ഒരു സംഭവമാണ്. ചെറുമകന്റെ മർദ്ദനമേറ്റു ഗുരുതരമായി പരിക്കേറ്റു. ഈ മാസം 11 ആശുപത്രിയിൽ പ്രവേശിച്ചു. ഇന്ന് വൈകിട്ടാണ് കാർത്യായനി മരിച്ചത്.